ഞാൻ എല്ലാ ദിവസവും ഒരു പേജെങ്കിലും ബൈബിൾ വായിക്കാം. ഒരു പേജെങ്കിലും. അതിൽ എന്നെ അത്ഭുതപ്പെടുത്താറുള്ളത് എൻ്റെ ധർമ്മസങ്കടങ്ങൾ, എൻ്റെ വിഷമങ്ങൾ, എൻ്റെ ഉത്കണ്ഠകൾ, എൻ്റെ പരാതികൾ, എൻ്റെ പരിഭവങ്ങൾ. അതിനെല്ലാം ഏതെങ്കിലും തരത്തിൽ എനിക്കൊരു പരിഹാരം ഞാൻ വായിക്കുന്ന ഒരു പേജിൽ നിന്നോ ഒരു ഖണ്ഡികയിൽ നിന്നോ എനിക്ക് എപ്പോഴും തരാറുണ്ട്. ഞാൻ പ്രതിപക്ഷ നേതാവായപ്പോൾ ഞാൻ പെട്ടെന്ന് എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തായിരിക്കണം സമീപനം. ഞാൻ ഗവൺമെന്റിന്റെ ഭാഗമല്ല, എന്നാൽ ഗവൺമെന്റിന്റെ ഭാഗമാണ്. ഗവൺമെന്റിനെ നടത്തേണ്ട ആളാണ്, സൂക്ഷിച്ച് പരിശോധിക്കേണ്ട ആളാണ്, സൂക്ഷ്മ പരിശോധന നടത്തേണ്ട ആളാണ്. ഞാനിങ്ങനെ ആലോചിച്ചിട്ടാണ് കിടന്നത്. പിറ്റേ ദിവസം രാവിലെ ഞാൻ വായിച്ച ഭാഗം, ഞാൻ പറഞ്ഞല്ലോ നിങ്ങളാരും വിശ്വസിക്കില്ല, ഞാൻ വായിച്ച ഭാഗം ശലോമോന്റെ പ്രാർത്ഥനയാണ്, സൊളമൻ രാജാവിൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന. എന്താ പറയുന്നത്? എനിക്ക് ധനവും വേണ്ട, പ്രശസ്തിയും വേണ്ട, നിന്റെ പ്രജകളെ നടത്തിക്കൊണ്ടുപോകാനുള്ള ജ്ഞാനം മതി എന്നാണ്, വിസ്ഡം. പിന്നെ ഞാനിപ്പോഴും പ്രാർത്ഥിക്കുന്നത് അത് തന്നെയാണ്. വേറൊന്നും വേണ്ട, ധനവും വേണ്ട, പ്രശസ്തിയും വേണ്ട, നിന്റെ പ്രജകളാണ്, അവരെ നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ജ്ഞാനം മാത്രം മതിയെന്നാണ്. എല്ലാത്തിനും നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലും ആ ക്രൈസ്തവ ദർശനത്തിലും എല്ലാത്തിനും മറുപടിയുണ്ട്. ഇതിന് മറുപടിയുണ്ട്.